നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, എന്നാ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? വിളിച്ചു പറയായിരുന്നു, വിളിക്കായിരുന്നു. പക്ഷേ ഫോണിന്റെ ചാർജ് തീർന്നു പോയല്ലേ? തീർന്നു ഫോണിന്റെ ചാർജ് തീർന്നു. എന്നിട്ട് മെക്കാനിക്കിനെ വിളിച്ചോ? വിളിച്ചു. അല്ല, ഫോണിന്റെ ചാർജ് തീർന്നല്ലേ, പിന്നെ എങ്ങനെ നീ മെക്കാനിക്കിനെ വിളിച്ചത്? അതെന്താ മെക്കാനിക്കിനെ വിളിച്ച് കഴിഞ്ഞാവും ചാർജ് തീർന്നത് അല്ലേ ബ്രോ? അതെ, മെക്കാനിക്കിനെ വിളിച്ചു കഴിഞ്ഞിട്ടാ ഫോണിന്റെ ചാർജ് തീർന്നേ. ഇവൻ പറയേണ്ട മറുപടികൾക്കെല്ലാം നീ എന്തിനാണ് ഉത്തരം നൽകുന്നത്? ഇതെന്താ ക്വിസ് കോമ്പറ്റീഷൻ ആണോ? അത് പിന്നെ ഈ ലോക ജീവിതം തന്നെ മൊത്തത്തിലൊരു പരീക്ഷയാണല്ലോ സത്യമേ. അല്ല, നിന്റെ തലയ്ക്ക് എന്താടാ പിരിവിട്ടിയോ? സത്യമയോട് ഞാനൊരു വലിയ രഹസ്യം പറയാം. ഈ വണ്ടി വലിയ കുഴപ്പത്തില. അവിടെ ആരുമില്ല. ആ കുഴപ്പം തിരിച്ചറിഞ്ഞ വലിയ വില കൊടുക്കേണ്ടി വരും, ഉറപ്പാ. എന്തൊക്കെയാണ് ഇവനീ പറയുന്നത്? എന്ത് പറ്റി? യോയിത്ത് പറഞ്ഞ സത്യാമേ. സത്യാമയോ? സത്യാമയല്ല, സത്യാമേന്ന്. എനിക്ക് വലിയ കുഴപ്പമെന്ന് പറഞ്ഞത് വണ്ടിയുടെ തകരാറിന്റെ കാര്യമാണ്. നന്നാക്കി എടുക്കാൻ നല്ല മെക്കാനിക് തന്നെ വേണ്ടി വരും അല്ലേ? അതെ അതെ. ദൈവമേ കാത്തോണേ. ഓറക്കല്ലേ. ബ്രോ, വണ്ടിയുടെ ഫോണിന്റെ കാര്യം പെട്ടെന്ന് വരിച്ചിട്ട് വീട്ടിലേക്ക് വാ. സത്യമേ അവരായവരുടെ പാടായി. നമുക്ക് ശരി. അല്ല, അവരോ? അവരെന്ന് പറഞ്ഞ ആരൊക്കെ? ആരാ? അല്ല, വിഷ്ണു ബ്രോയും മെക്കാനിക്കും. ഓ, അങ്ങനെ തെളിച്ച് പറയണ കേട്ടോ രോഹിത്തെ. സത്യം പോവാം, നമുക്ക് പോവാം. പിന്നല്ല. ആ ഓക്കെ അമ്മ, ശരി അമ്മ, വീട്ടിൽ കാണാം. ഓക്കെ ബൈ. അല്ല അല്ല, ഇതാർക്കാടാ? അതെനിക്കുള്ളതാ. വിശപ്പിനെ. ഓ, അതൊന്ന് നേരത്തെ പറഞ്ഞൂടേടാ. എടാ, നിനക്കിത് ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചത്? അത് അതിനും കാരണം മെക്കാനിക്കാ സത്യമേ. മെക്കാനിക്ക് ഒരു വണ്ടിയുടെ പ്രോബ്ലം കാണിച്ചു കൊടുക്കാൻ ആളിവിടെ വേണ്ടേ? ഓ, അതുകൊണ്ടാ ബ്രോ വണ്ടി എടുത്ത് കഴിക്കാന്ന് വെച്ചത് അല്ലേ ബ്രോ? മെക്കാനിക്കിനും കൂടെ കൊടുക്കാൻ ഇങ്ങനെ വിശന്നിട്ട്. അതുകൊണ്ട് എടാ, നിനക്ക് ഇവന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ഇന്നല്ലാതെ. എന്റെ ഭാഗ്യം എടാ, നിന്നെ മകനായിട്ട് കിട്ടിയത്. എന്റെ സത്യമേ, എന്നാ നമുക്ക് പെട്ടെന്ന് പോയിക്കളെ. ഓ അല്ല, എന്തിനെത്ര തിടുക്കപ്പെടുന്നു? നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെടുക്കാനാ? അല്ലെങ്കിൽ ഇപ്പോ സത്യമ ഇപ്പൊ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. അതെന്താടാ അങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ഈ ബ്രോയെ പറ്റി പറയുന്നെങ്കിലും മാറിപ്പോയാ പിന്നെ അഭിപ്രായം മാറിപ്പോയാലെന്ന് വിചാരിച്ചാ. ഓ അങ്ങനെ. എന്നാ നമുക്ക് പോയേക്കാം. വാ. ശരി അമ്മ, അതാ നല്ലത്. സത്യം പോ. ശരി എന്നാ ശരി മോനെ, കഴിച്ചു. ഓ, വിശന്നിരിക്കണ്ടാട്ടാ. ബൈ ബൈ. ശരി ശരി, ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റായ വഴിയിൽ ഇന്ന് വരെ അവൻ പോയിട്ടില്ല. അവനെ പോലൊരു മകനെ എനിക്ക് തന്നത് ഭഗവാന്റെ കൃപ. கடவுளே,
பாவி, இவனுக்கு என்ன பைத்தியமா? என்னடா மேக்கப்போட கிருஷி தொடங்கி இருக்கா? அட பாவி, எதுக்குடா இதெல்லாம்? கடவுளே பார்த்தாச்சு, எஸ்கேப் பண்ணலாம். கடவுளே, என்ன விதி இது? எல்லாமே முடிஞ்சு போச்சு. பழனியாண்டவா காப்பாத்துங்க. എന്താ സാറേ? ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുമ്പോൾ അവളുടെ മേക്കപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ജയിച്ചു എന്നർത്ഥം. മേക്കപ്പ് ഒന്നുമില്ലാതെ ഒരു പെൺകുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം ജയിച്ചു എന്നർത്ഥം. அப்படியா? അതപ്പടി? പുരിഞ്ചിത, ആമാ സാർ, ആമാ ആമാ. ഞാനത് ചെയ്തു എന്ന് ഞാൻ ആരോടെങ്കിലും പറയോ? പറഞ്ഞ നിനക്ക് വേണ്ടി വലിയൊരു കുഴിയെടുക്കും, കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. ഇതെനിക്ക് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ചേച്ചി, എന്നോട് പിണക്കമാണോ? എന്തിന്? ഞാൻ പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം? ഞാനല്ലേ ഇതിനൊക്കെ ഉത്തരവാദി. ചേച്ചി പ്ലീസ്, ചേച്ചിയും കൂടി എന്നെ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ട്, നിങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ട്, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വിവാഹം കഴിപ്പിച്ചതും ഇതുപോലെ എല്ലാവരിൽ നിന്നും ഓരോന്ന് മറച്ചു വെച്ച് സമാധാനം ഇല്ലാതെ നടന്നതും. പക്ഷെ നീ എന്നോട് പറയാമായിരുന്ന ഒരു കാര്യം നീ പറഞ്ഞില്ല. ചേച്ചിയോടും സച്ചേട്ടനോടും പറയണമെന്ന് കരുതിയിരുന്നതാ ഞാൻ. പിന്നെ സന്ദീപിനോട് പറഞ്ഞിട്ടാവാന്ന് കരുതി. പക്ഷെ ഒരിക്കലും രക്തബന്ധങ്ങളെ വിശ്വസിക്കരുതെന്ന പാഠം പഠിപ്പിച്ചു തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെ. അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരിനെ നീ എന്തു പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. അതിരെ ഒരമ്മ എന്ന നിലയിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു. ഇപ്പൊ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോയ ഓരോരോ വാക്ക് മതി നീ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ. സന്ദീപിന്റെ മനസ്സ് മാറിയപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി. പിന്നെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഞാനൊന്നും പറയാത്തതാ. അതിന്റെ പേരില് ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കരുത്. ഇനി എന്താ നിന്റെ തീരുമാനം? കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോ. വലിയൊരു പ്രശ്നത്തിന് അവസാനമായിട്ട് ഒരു തീർപ്പുണ്ടാവും. എനിക്ക് സന്ദീപിന്റെ കൂടെ ജീവിക്കണം ചേച്ചി. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായെന്ന് വരും. ഈ അവസ്ഥയിൽ ഇനിയും ഒളിച്ചു കഴിയുന്നതും
എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, സന്ദീപ് എല്ലാവരോടായിട്ട് എല്ലാം പറഞ്ഞതുകൊണ്ട് ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതാ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാ. അവിടെ അച്ഛനും അമ്മയും അനുവേടനും ഒക്കെ. ഞാൻ കാരണം എല്ലാവരുടെ മനസ്സമാധാനം പോയി ചേച്ചി. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ സന്ദീപായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഉടനെ തന്നെ നമുക്കൊരു തീർപ്പുണ്ടാക്കാം. അതുവരെ നീ വെറുതെ ഓരോന്നും പറഞ്ഞ് അവിടെ ഉള്ളവരെ വിഷമിപ്പിക്കണ്ട. ശരി ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ പിന്നെ ഗംഗ പറഞ്ഞതോ? അവളിപ്പോ മഹിയുടെയും മാളുവിന്റെയും കൂടെ പുറത്തു പോകാൻ വേണ്ടി നോണ പറഞ്ഞതായിരിക്കും. എങ്കിൽ പിന്നെ അവളുടെ അവസാനമായിരിക്കും. ഞാൻ പറഞ്ഞ ജോലികൾ ചെയ്തു തീർക്കാതെ അവള് പോകാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പിടിച്ചു നിർത്തി എല്ലാ ജോലിയും ചെയ്തു തീർത്തിട്ടേ ഞാൻ അവിടെ വിടും. നീ വാ മോളെ, നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. വാ. ഏത് സാരി ഉടുക്കും? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് മഹേട്ടനോട് പുറത്തു പോവുക. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാരി തന്നെ ഉടുക്കണം. ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരും. മഹേട്ടൻ എനിക്ക് ആദ്യമായി വാങ്ങിത്തന്ന സാരി ഇന്ന് ഇതെടുത്താലോ? അന്ന് മഹേട്ടനോട് ചോദിക്കുകയും ചെയ്തല്ലേ എന്താ ആ സാരി ഉടുക്കാത്തതെന്ന്. വിവാഹത്തിനൊടുക്കാൻ ഞാൻ വാങ്ങി തന്ന സാരി എവിടെ? നിനക്കത് ഇഷ്ടമായില്ലേ? ഇഷ്ടായില്ലേന്നോ? ഒരുപാട് ഇഷ്ടായി. പിന്നെന്താ അത് ഉടുക്കാത്തത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി അത്. മഹേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം. അത് ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്ക. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ? ഇന്നിത് തന്നെ ഉടുക്കാം. മഹേട്ടനും അതൊരതിശയാവും. എന്തായാലും ഇത് തന്നെ ഉടുക്കാം. പക്ഷേ ഇതല്ലല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. അത് അത് ഞാൻ മഹേട്ടന് പൂർണ്ണമായി സ്വന്തമാവുന്ന നിമിഷമല്ലേ? അന്നല്ലേ ഈ സാരി ഉടുക്കാൻ ഏറ്റവും നല്ല നിമിഷം. അന്ന് മതി. ഇപ്പോ വേറെ ഏതെങ്കിലും ഒരു സാരി ഉടുക്കാം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗ വേഗം റെഡിയാവട്ടെ, എന്നിട്ട് നമുക്ക് പോകണ്ടേ? ആ അത് ശരിയാ. ഗംഗ വേഗം റെഡി ആയിക്കോ, അച്ഛന്റെ കൂടെ ഞാനും വരാം. ഗംഗ എവിടേക്കോ പോവാൻ റെഡിയാവോണെന്ന് തോന്നുന്നു. അതെ, നേരത്തെ മഹിയേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങള് പോകുന്ന കാര്യം. ഓ, അതിന് ഗംഗയും പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട്. അപ്പോ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? എന്ത്? ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങള് നിനക്ക് ഓർമ്മയില്ലേ? അതിന് പുറത്തു പോകുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കിയാ അതിന് കുഴപ്പമൊന്നും കാണാൻ പറ്റില്ല. ഇക്കാലത്ത് ആരും അതിനെ തെറ്റു പറയുകയില്ല. പക്ഷേ അത് തെറ്റാണ് ഗംഗെ. നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവുകയും ഇടപഴകുകയും ചെയ്യുമ്പോ അറിയാതെയാണെങ്കിലും സ്പർശനങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ മനസ്സിൽ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച അത് മഹിയുടെ ആയുസിനെ ബാധിക്കില്ലേ? മാളുവിനും മഹിക്കും ഇതൊന്നും അറിയില്ലെന്ന് വെക്കാം. പക്ഷേ എല്ലാം അറിയുന്ന നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു 3 മാസം കൂടി കാത്തിരുന്ന പോരെ? അത് കഴിഞ്ഞാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പൊ സുഖമായിട്ട് ജീവിച്ചൂടെ? അതുവരെ ക്ഷമിച്ച് സഹിച്ചും ജീവിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാൻ തന്നെ അറിയാലോ. മാളു ഞാൻ കൂടെ ചെല്ലെന്ന് കരുതി ഭയങ്കര സന്തോഷത്തിലാ. അവള് കുഞ്ഞല്ലേ, അവൾക്ക് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നീ വേണം എന്തെങ്കിലും കാരണം പറഞ്ഞ് മാളുവിനെയും മഹിയെയും പിന്തിരിപ്പിക്കാൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഗംഗെ. ഇപ്പോഴത്തെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാനുള്ള വഴിയൊരുക്കരുത്. ഒരു കാരണവശാലും ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദിനേശൻ എന്താ ഇതിപ്പോ എന്നോട് പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്നവരെ പർദ്ദയിട്ടാലും തിരിച്ചറിയാൻ പറ്റും. ആ പർദ്ദയിട്ട ആളിൽ നിന്ന് കിട്ടിയ തല്ലേ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചില്ലെങ്കിലേ പിന്നെ ആകെ പ്രശ്നമാവും. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ആ വലിയ സത്യം തെളിയിക്കാൻ പറ്റില്ലേ? എന്തായാലും എന്റെ കഴുത്തിൽ മിന്നി കെട്ടിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇനി പ്രശ്നമില്ല. നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പോ അപ്പച്ചിക്ക് ഇതൊന്നും അറിയില്ലേ?
ദിനേശൻ എന്ത് സിനിമ കഥയാണെന്ന് പറഞ്ഞു തുടങ്ങിയതാ. അതെന്താ ഏതാന്നൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്ത് മനസ്സിലാവൂന്ന്? അല്ല, ഒരു പർദ്ദ കണ്ടുകിട്ടിയെന്ന് വരുമല്ലോ. ശരിയാ, എന്നാ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നോക്കിയാലോ? എല്ലാരും ഒന്ന് എങ്ങോട്ടാ? ഇവിടെ റൂമുകളിലൊക്കെ ഒന്ന് നോക്കാം. അത്ര പെട്ടെന്നൊരു പർദ്ദ മാറ്റി മറ്റെവിടെ ഒളിപ്പിക്കാനാ? അതെ, നോക്കാമേ. സിനിമ കഥയാണെന്ന് പറഞ്ഞ് ഇവിടെ മുറികളിലൊക്കെ കയറി അന്വേഷിക്കുന്നത് എന്തിനാ? എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? അപ്പച്ചൊന്ന് മാറിയെന്നേ, ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പറയ്. അത് എന്താ കാര്യം പറയാ സഞ്ജു, ഞാൻ മറുപടി പറയാം. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാ ഞാൻ അവിടേക്ക് ചെന്ന്. പക്ഷേ കവിത ഇളയമ്മയായി അതിന് ഒരു ബന്ധവും ഇല്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇവിടെ ആരും അല്ലെങ്കിൽ പിന്നെ സഞ്ജുവും ഇവിടെയുള്ള എല്ലാരും ഇത്ര പരിഭ്രമം കാണിക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. വെറുതെ ഏതോ സംശയത്തിന്റെ പേരില് സംഘം ചേർന്ന് മറ്റുള്ളവരുടെ ബെഡ്റൂം പരിശോധിക്കാം. സത്യത്തില് ഇതൊക്കെ ചീപ്പ് ഏർപ്പാടാ. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, സഞ്ജുവിനും ചെറിയച്ഛനും ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത. എന്തിനാ ഇളയമ എങ്ങനെ എല്ലാരും കൂടി ക്രോസ് വിസ്താരം ചെയ്യുന്ന? ഇതത്ര ശരിയല്ല കേട്ടോ. എന്റെ പൊന്നു മോളെ, ഞാൻ വിശക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു പോയതാ. ഇവള് സമ്മതിക്കുന്നില്ല. എന്നെ പിടിച്ചു നിർത്തി എന്തോ സിനിമാ കഥ പറയുക. ഇളയമ വരൂ, വിശക്കുന്നില്ലേ പറഞ്ഞ്, എന്തെങ്കിലും കഴിക്കാം വന്ന്. ഇളയമ വരൂന്നേ. ആരും റൂമിൽ ഒന്നും കേറാൻ പോകുന്നില്ല. അത്ര കൾച്ചർലെസ് അല്ല ഇവരൊന്നും. വാ. കണ്ടില്ലേ, നമ്മൾ ഇതെല്ലാം പറഞ്ഞപ്പോ അവരുടെ ഭാവം കണ്ടില്ലേ? സംശയമില്ല, മുത്തശ്ശനും മുത്തശ്ശിയും പിടിച്ചു കിട്ടിയത് കവിത അപ്പച്ചി തന്നെയാ. ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യാൻ മടിക്കാത്തവരവര്. ഇനി ഈ വീട്ടിൽ ആരെയും കൊല്ലാൻ അവര് മടിക്കില്ല. സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ നടന്ന സംഭവങ്ങൾ എനിക്കിപ്പോഴങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. സഞ്ജുവിനും മോൾക്കും എതിരെ എന്തെല്ലാം സംഭവങ്ങളാ നടക്കുന്നത്. ഇപ്പൊ ഇത് ചെയ്തവർക്ക് ഉള്ളിൽ എത്രമാത്രം ക്രൂരതയുള്ള. അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ ഇങ്ങനെ അവിടെ പിടിച്ചുകെട്ടി വെക്കുവോ? അച്ഛനെ അമ്മയെ അവിടെ പിടിച്ചു കെട്ടി വെച്ചിരിക്കാന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ അവരയച്ച് ആ കാറിൽ കയറിപ്പോയി. പക്ഷേ മോൾ എന്ത് ധൈര്യത്തിലാ ആ കാറിൽ ഒളിച്ചു കയറി വന്നേ? അമ്മ എന്നോട് ഒന്നും പറയാതെയല്ലേ പോയെ? പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. അമ്മയല്ലേ കാറില്. അപകടത്തിലേക്ക് അമ്മ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയും എന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് മാത്രമേ അപ്പ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതാ ഞാനും കാറിൽ കയറി വന്നേ. അതെന്തായാലും നല്ല തീരുമാനമായിരുന്നില്ലേ അമ്മേ? ഒരു കണക്കിന് മോളെ ഒപ്പം വന്നതാ നന്നായേ. അതാ കൃത്യസമയത്ത് സഞ്ജുവിനെയും ഗോവിന്ദനെയും വിവരം അറിയിക്കാൻ മോൾക്ക് പറ്റിയത്. അല്ലെങ്കിൽ ഞാനും അവിടെ പെട്ടുപോയേനെ. എന്തായാലും വലിയ അപകടമൊന്നും ഉണ്ടാവാതെ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, അത് മതി. നമ്മുടെ ഓരോ ചലനങ്ങളും അത്ര കൃത്യമായി അറിയുന്ന ആരോ അതിന് പിന്നിൽ. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അമ്മേ, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. അമ്മയുടെ ശുദ്ധ മനസ്സുകൊണ്ട് മനസ്സിലാവാത്തതാ. മോൾക്കിതിന് പിന്നിലുള്ള ആളെ ശരിക്കും അറിയാല്ലേ? ആരാ മോളെ? ആരെന്നൊന്നു പറയേ. പറയാമേ, അതിനുള്ള സമയമായിട്ടില്ല. എന്നാലും ഈ കുടുംബത്തോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്യുന്ന ആള് ആരാണെന്ന് അറിയണ്ടേ? ഇനി വലിയ താമസം ഉണ്ടാവില്ലമ്മേ. അമ്മ മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവരും അറിയും ഈ കുടുംബത്തെ നിരന്തരം ദ്രോഹിക്കുന്നത് ആരാണെന്ന്.
അതും വെറുതെയല്ല, തെളിവ് സഹിതം. അതിന് അമ്മേ, ഇനി എന്റെ ശ്രമം ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ആളെ തെളിവ് സഹിതം എല്ലാവരുടെ മുന്നിലും ഹാജരാക്കും. അമ്മ നോക്കിക്കോ. മോളെ, സംഗതിയൊക്കെ നല്ലതാ. പക്ഷെ അതാരായാലും അവരും നിസ്സാരക്കാരല്ല. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാ. മോള് കൂടുതൽ സൂക്ഷിക്കണം. എന്നെ രക്ഷിച്ചത് ഈ കുടുംബ. എന്നെ അത്രയും സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അമ്മേ? ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അമ്മൂന് നല്ലത് മാത്രം വരണേന്ന്. എനിക്കതിന് മാത്രമേ കഴിയൂ മോളെ. മോളെ, അവിടെ അച്ഛനെയും അമ്മയും എല്ലാരും രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് ഞാൻ കുറെ വഴിപാടുകളൊക്കെ നേർന്നു. എന്റെ മോള് ക്ഷേത്രത്തിൽ പോണം. ആ വഴിപാടുകളൊക്കെ നടത്താൻ വേണം. എന്നാ അമ്മ കൂടി വന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ മനസ്സിനും കുറെ സമാധാനം കിട്ടും. അതല്ല മോളെ, കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുക. ഇപ്പൊ ഞാൻ വരുന്നില്ല. മോള് പോയിട്ട് വന്നാ മതി. ശരി അമ്മേ. അയ്യോ, മോളൊന്ന് നിന്നേ. അല്ലെങ്കിൽ വേണ്ട, മോൾ ഒറ്റയ്ക്ക് പോണ്ട. അല്ല, ഇവിടിപ്പോ ഒപ്പം വരാൻ ആരാ ഉള്ളേ? ആ, ഗോവിന്ദുണ്ട്. ക്ഷേത്രത്തിലേക്ക് ഗോവിന്ദനെ കൂടി കൂട്ടിക്കോ. അയ്യോ, അത് സാരല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട, എനിക്ക് പേടിയാ. മോള് ഗോവിന്ദനെ കൂട്ടി പോയാ മതി. ഞാൻ ഗോവിന്ദനോട് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറിനെ എസ്ഐയും പോലീസുകാരും കൂടി ഉപദ്രവിക്കോ? കള്ളം പറയുന്നോടാ. തോക്കുമായി പട്ടാപ്പകൽ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഒരുത്തനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചിട്ടാ അഭിനയിക്കുന്നോ നീ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പ് കളിക്കും ഞാൻ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ല ശേഖരമേനോനെ വെടിവെച്ചത്. നീ അല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ നീ എന്തിന് തോക്കും കൊണ്ടാ പാർക്കിൽ വന്നു? അത് നിന്റെ തോക്കല്ലേ? അതെ, അത് എന്റെ തോക്ക് തന്നെയാണ്. അത് നീ തന്നെയല്ലേ പാർക്കിൽ കൊണ്ടുവന്നത്? അതെ. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന് തോക്കുമായിട്ട് നീ അവിടെ വന്നു? പറയടാ, പറയാൻ. അത് ശേഖരമേനോനെ കൊല്ലണമെന്ന് കരുതി തന്നെ തോക്കുമായി അയാളെ കാണാൻ വന്നത്. അങ്ങനെ വഴിക്ക് വാ. ശേഖരമേനോനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായി പാർക്കിലെത്തിയ നീ അയാളുടെ നേരെ വെടിയുതിർത്തു. അതാണ് സത്യം. അല്ല സർ, അതൊന്നും അല്ല സത്യം. ശേഖരമേനോനെ കൊല്ലാൻ വേണ്ടി ചെന്നത് ഞാനാണെങ്കിലും അയാളെ വെടിവെച്ചത് ഞാനല്ല. വെറുതെ എന്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കരുത് നീ. മര്യാദയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് ഏറ്റു പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ഇഞ്ച പരുവാവും മോനെ. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ഏൽക്കുന്നത്? ശേഖരമേനോനെ വെടിവെച്ചത് ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? അയാളെ വെടിവെച്ചത് മറ്റാരോ ആണ്. വിശാലേ, വിളച്ചിലെടുക്കരുത് നീ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ ആ തോക്കൊന്ന് പരിശോധിക്ക. അത് ഫുള്ളി ലോഡഡ് ഗണ്ണാണ്. മുഴുവൻ ബുള്ളറ്റ്സും അതിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ബുള്ളറ്റ് പോലും പുറത്തു പോയിട്ടില്ല. ശേഖരമേനോന് ഞാനാണ് വെടിവെച്ചതെങ്കിൽ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് മിസ്സാവണമല്ലോ. അത് ഞങ്ങള് വിശദമായിട്ട് പരിശോധിച്ചതാ. എടാ വിശാലേ, അതിലുള്ള ഒരു വെടിയുണ്ട മിസ്സിംഗ് ആണ്. അത് അതിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അതെവിടെ പോയി? പാർക്കിൽ വന്നപ്പോ ആ തോക്ക് ഫുള്ളി ലോഡഡ് ആണെന്ന് താൻ പറഞ്ഞതല്ലേ? ഉറപ്പാണ്.
എങ്കിൽ അത് എവിടെ? വരുന്ന വഴിക്ക് കളഞ്ഞു പോയോ? ഇല്ലല്ലോ. എടോ, ആ ബുള്ളറ്റാണ് ശേഖരമേനോന്റെ ബോഡിയിലുള്ളത്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തോളാം. സർ, ഞാനല്ല ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത്. ഞാനല്ല. വിശാലേ, തെളിവുകളെല്ലാം തനിക്ക് പ്രതികൂലമാണല്ലോടോ. അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ വാദപ്രതിവാദം നടത്തി തന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരമുത്തശ്ശന്റെ ജീവന് ആപത്തൊന്നും വരുത്തരുത്. അദ്ദേഹത്തിനെ രക്ഷിക്കണേ. ശേഖരമുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മുത്തശ്ശൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരണം. നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശൻ പോലീസിനോട് തുറന്നു പറയണം. വിശാൽ സാറല്ല മുത്തശ്ശനെ വെടിവെച്ചതെന്ന് മുത്തശ്ശൻ പോലീസിനോട് പറഞ്ഞ വിശാൽ സാറ് രക്ഷപ്പെടുമല്ലോ. മുത്തശ്ശൻ രക്ഷപ്പെടും പാർവതി. നീ സമാധാനമായിട്ടിരിക്കെ. വിശാൽ ബ്രോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ആളെ ഇവിടെ എത്തിച്ചത് ഭാഗ്യായി. അപ്പോ ശേഖരമേനൻ ചത്തില്ലല്ലേ? എന്റെ ഉദയനരമേ കാത്തു. മുത്തശ്ശൻ ഓർമ്മ തിരികെ കിട്ടും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പാർവതി. പ്രതാപ പറയൂ. ചേച്ചി, അയാൾ ചത്തിട്ടില്ല. ഇപ്പോഴും ജീവനുണ്ടായേക്ക്. ചത്തില്ലേ? ഇല്ല, പക്ഷെ ബോധം വീണിട്ടില്ല. അത് ഭാഗ്യേ. ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പ്രതാപ, അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കുന്നത് അബദ്ധമാണ്. അത് നമുക്ക് ആപത്താ. ഇപ്പൊ ബോധമില്ലെന്ന് കരുതി എപ്പോഴും അയാൾ ആ അവസ്ഥയിൽ കിടക്കുമെന്നാണോ നീ കരുതുന്നത്? എപ്പോഴെങ്കിലും അയാള് കണ്ണു തുറന്ന് പോലീസിനോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാലോ? എടാ, നമ്മള് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല ചേച്ചി, ഇപ്പോ ഹോസ്പിറ്റലിൽ വെച്ച അയാളെ അതിനുള്ളിൽ വെച്ച് തന്നെ തീർക്കണം. ചേച്ചി, ശേഖരമേനോൻ ഇനി ജീവനോടെ ഉണ്ടാവരുത്. കൊന്നേക്കയാളെ. ശേഖരമേനോൻ ചത്തുവെന്ന വാർത്തയുമായിട്ടല്ലാതെ നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. അല്ല ചേച്ചി, ചേച്ചി, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത്ര ക്രൂരതയാ ശ്യാമയും അഖിലും ആ GKയും ചെയ്തത്. പിന്നെങ്ങനെ എന്റെ മോളുടെ മനസ്സ് ഇളകാതിരിക്കും? വിസ്മയുടെ എല്ലാ അസുഖവും ഭേദമാവട്ടെ.
എല്ലാത്തിനും ഞങ്ങൾ എണ്ണി പകരം ചോദിക്കും. നിങ്ങൾ ഇവരുടെ ആരാ? എന്റെ ഫ്രണ്ട് അരുന്ധതി. ആദ്യം ഇതുപോലുള്ള ഫ്രണ്ടിനെ ഒഴിവാക്കുക ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റിന്റെ രോഗം കുറയുകയല്ല, ഇരട്ടിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ നിന്ന് തന്നെ കേട്ട കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്തു. ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഒരാൾക്കാ, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്. ഇങ്ങനെ ചില അമ്മമാരുണ്ട്, അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇങ്ങനെയുള്ള അമ്മമാർ സ്വന്തം മക്കളുടെ കഴിവോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പരിഗണിക്കാറില്ല. മക്കൾക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ അവരെ ഒന്നാമതെത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് വല്ലാത്ത പ്രഷർ കൊടുക്കും. ഒടുവിൽ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള പ്രഷർ സഹിക്കാനാവാതെ ആ മക്കളുടെ അവസ്ഥ ദേ ഇതുപോലിരിക്കും. ഇവിടെ അതിനേക്കാൾ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നത്. പാടാൻ കഴിവില്ലാത്ത ഒരാളെ മറ്റൊരാളുടെ ശബ്ദം വിലക്കെടുത്ത് പ്രശസ്തയാക്കി. അതിനുവേണ്ടി ഈ കുട്ടിയെ പോലുള്ള മറ്റൊരു പെൺകുട്ടിയെയും അതിന്റെ പാരന്റ്സിനെയും ഒരുപാട് വേദനിപ്പിച്ചു. ഒടുവിൽ എല്ലാ സത്യവും പുറം ലോകം അറിഞ്ഞു. എപ്പോഴായാലും അത് സ്വാഭാവികം. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കുട്ടിക്ക് എത്രമാത്രം മെന്റൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവസാനം എന്തായി? സ്വാഭാവികമായി പാടാൻ കഴിവുള്ള ശ്യാമ പ്രശസ്തയായി. വിസ്മയ ആരാധകരുടെ മുന്നിൽ തന്നെ പരിഹാസിയായി. ആ മെന്റൽ പ്രഷർ വിസ്മയയ്ക്ക് താങ്ങാനാവുന്നതിലും വലുതായിരുന്നു. മക്കൾ നമ്മുടേതാ, പക്ഷേ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് ഇങ്ങനെയുള്ള പാരന്റ്സ് ഓർക്കണം. ആ മക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവരെ അവരായി വളരാൻ വിടുക, അതാണ് വേണ്ടത്. രക്ഷിതാവെന്ന നിലയിൽ സ്നേഹവും കരുതലും മാത്രം മതി. ആ മക്കൾ നന്നായി വളർന്നോളും. മനസ്സിലായോ? എന്തായാലും വിസ്മയക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് കൃത്യമായി കൊടുക്കണം. കൗൺസിലിംഗ് വേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ ഒരു ഗസ്റ്റ് ഹൗസിൽ ഒളിച്ചു താമസിക്കുക. അതെയോ? ഇനി ആരും അമ്മയും തിരിച്ചറിയാതിരിക്കാൻ അമ്മ പർദ്ദ ഇട്ടോണ്ടാ നടക്കുന്നേ. അത് നന്നായല്ലോ. ആർക്കും അറിയില്ല. ആരെങ്കിലും അറിഞ്ഞാലേ അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അല്ല, മോളിതല്ലേ എങ്ങനെ അറിഞ്ഞേ? ഞാൻ പല പ്രാവശ്യം രഹസ്യമായിട്ട് അമ്മയെ കണ്ടു. അപ്പോ അങ്കിളിന്റെ ശ്രീകുട്ടി മോൾ മിടിക്കുകയാണല്ലോ. അല്ല, ഇപ്പൊ പിന്നെ മോളി രഹസ്യം എന്താ അങ്കിളിനോട് പറഞ്ഞേ? അത് അങ്കിൾ എനിക്കൊരു ഉപകാരം ചെയ്തിരുന്നു. ഉപകാരോ? എന്താ നമുക്ക് വേണ്ടേ? എനിക്കെന്റെ അമ്മയൊന്ന് കാണണം. കാണാൻ കൊതി തോന്നുവാ. അങ്കിള് വിചാരിച്ച എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റും. അങ്കിളൊന്ന് അമ്മയോട് ശ്രീകുട്ടി തിരക്കിന്ന് പറയണം. ശരി മോളെ. പിന്നെ അമ്മയെ കമ്പനിയിലെല്ലാവരും അശ്വതി എന്നല്ല വിളിക്കുന്നേ, ജാസ്മിൻ. അത് കള്ളപ്പേരാ. മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് അമ്മയെ കാണാനൊരു വഴി അത് അങ്കിളുണ്ടാക്കാം. ശരി അങ്കിളെ, എന്നാ ഞാൻ പൊക്കോട്ടെ.
എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ഇക്കാര്യം ഇപ്പൊ എന്നോട് ശ്രീക്കുട്ടി പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ആണോ? അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. പിന്നെ അമ്മയെ കാട്ടിക്കൊടുക്കാന്ന് ഞാൻ മോക്ക് വാക്കും കൊടുത്തു. പക്ഷെ എങ്ങനെ? അപ്പൊ ഇന്ന് രാത്രി 11 മണിക്ക് നീ വീട്ടിലേക്ക് വന്നോ? ഞാൻ ഗേറ്റിനടുത്തേക്ക് മോളെ കൊണ്ടുവരാം. അതെയോ? ആ മോളെ കണ്ടു കഴിഞ്ഞാ ഞാൻ അബിയെ തിരിച്ചവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കാം. ആ അത് നല്ല ഐഡിയയാ. പിന്നെ മറക്കണ്ട, കൃത്യം 11 മണിക്ക് കേട്ടല്ലോ? ഓക്കെ, ഞാനൊരു 11 മണിയാകുമ്പോ ഗേറ്റിനടുത്തുണ്ടാവും. ശരി. ആ ഐശ്വര്യ, നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം എന്തായി? ഞാൻ ആ നാടോടികളുമായിട്ട് സംസാരിച്ചു. അവരൊക്കെയാ. അപ്പോ നമ്മള് ശ്രീകുട്ടി എങ്ങനെ അവരുടെ കയ്യിലെത്തിക്ക? അത് സിമ്പിൾ. ഇന്ന് രാത്രി 11 മണിക്ക് ആ മുരുകനും സംഘവും നിങ്ങളുടെ വീടിനടുത്തുണ്ടാവും. ഉറപ്പാണോ? അവരെത്തും, ഉറപ്പായും അവരെത്തും. ചുളുവിന് അവർക്കൊരു കുട്ടിയെ കിട്ടുമല്ലേ. കൈയൊടിക്കോ കണ്ണു കുത്തി പൊട്ടിക്കോ ഒക്കെ ചെയ്ത് അവരാ കൊച്ചിനെ കൊണ്ട് തെണ്ടിച്ച് ക്യാഷ് ഉണ്ടാക്കിക്കോട്ടെ. രാത്രി 11-ന് ഐശ്വര്യ ശ്രീകുട്ടിയെ എങ്ങനെയും ഗേറ്റിനടുത്തേക്ക് ഒന്ന് എത്തിച്ചാ മതി. കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഞാനത് ചെയ്തിരിക്കും. എന്നാ നാളെ നേരം വെളുക്കുമ്പോ ശ്രീകുട്ടി ഏതെങ്കിലും അന്യനാട്ടിലെത്തും. ആ ശല്യം എന്നേക്കുമായിട്ട് അവിടുന്ന് മാറി കിട്ടുകയും ചെയ്യും. എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, വാ. നീ വന്നേ, വാ. കാർത്തിക് എന്നെ തിരക്കുന്നുണ്ടോ? പിന്നെ തിരക്കാതെ. അവിടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്ത് മറുപടി പറയും? എവിടെ പോയെന്നാ പറയേണ്ടത്? എടീ, പച്ച നുണകളുടെ ഉസ്താദായ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് തരികിടകൾക്ക് പഞ്ഞം. ഞാൻ പറഞ്ഞു തരാൻ വഴി. അതാരാ? അത് അത്
മൈഥിലി ചേച്ചിയല്ലേ? മൈഥിലി ചേച്ചിയോ? എന്താ ACPയുടെ ഭാര്യ മൈഥിലി നിനക്ക് അറിയില്ലേ? പറയടാ, അത് ഇവിടുത്തെ മൈഥിലി ചേച്ചിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ അറിയാത്തൊരു അഫ്സല. ഓ എന്റെ ചേട്ടാ, ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ളതാ. എന്നിട്ട് ആ അഫ്സല ഏത് വഴിക്ക് പോയി? അവള് ചിലപ്പോ തിരക്കുള്ളതുകൊണ്ട് പോയി കാണും, അല്ലെങ്കിൽ തിരികെ വരും. അവളുടെ നമ്പർ കിട്ടാതെ ഞാൻ വിഷമിക്കായിരുന്നു. അപ്പോഴാ അവള് സർപ്രൈസ് ആയിട്ട് ഹൽദി ചടങ്ങിന് വന്നത്. സർപ്രൈസ് ആയിട്ട് വന്നവള് സർപ്രൈസ് ഒന്നും കാണിക്കാതെ ഏത് വഴിക്കാ പോയെന്ന് ദൈവത്തിനെ അറിയൂ. അമ്മായിക്ക് എന്തിനും സംശയം ഇത്തിരി കൂടുതലാ, അതെനിക്കറിയാം. എന്റെ മോൾ അങ്ങനെയാ. ഞാൻ അവളെ ഒത്തിരി കൊഞ്ചിച്ചും പുന്നാരിച്ചും വളർത്തിയത്. അതിനുള്ള പാര ദിനം പ്രതി എന്നോണം അവളെനിക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട്. അന്ന് പുന്നാരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, അവനവനുള്ള കെണി അവനവൻ തന്നെ ഒരുക്കുവന്നു. അച്ഛനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുമുണ്ട്. അറിയാലോ. അതുപോലെ ഈ പർദ്ദക്കാരിയുടെ കാര്യത്തിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നിർത്ത. അതല്ലല്ലോ ഇപ്പൊ ഇവിടെ പ്രശ്നം. മൈഥിലി എവിടെ? മൈഥിലി എവിടെ പോയെന്ന് കണ്ടെത്താൻ നോക്ക്. അല്ല, നീ എന്താ നിന്റെ മുറിയിലേക്ക് പോകത്തെ? അങ്ങനെ പോയാ കാർത്തിക് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? അതിനല്ലേ മൈഥിലി നിന്നോട് ഞാൻ ആ വഴി പറഞ്ഞു തന്നെ. ആ മാർഗം നടപ്പാക്കാൻ എനിക്ക് അവിടേക്ക് എത്തണ്ടേ? എങ്ങനെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ അവിടെ എത്തും? എവിടെ നോക്കിയാലും ഈ വീട്ടിലെ ആളുകളാ. വീട്ടുകാരെല്ലാരും നിന്നെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവര് തിരക്കി പിടിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് നീ ഞാൻ പറഞ്ഞ പ്ലാൻ നടപ്പാക്കണം. ഇല്ലെങ്കിൽ എല്ലാം പൊളിയും. ഇതിൽ കൂടുതൽ ഇനി എന്താപത്ത് വരാനിരിക്കുന്നു? എന്റെ മൈഥിലി, ഓരോ സെക്കൻഡ് കഴിയും തോറും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുകയാ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.